Namaste viewers, welcome back to my new video. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ സോഫ്റ്റിൻ്റെ വിൻ ട്രെൻഡ് സ്ട്രാറ്റജി ഉപയോഗിച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ കറക്റ്റ് ടൈമിൽ എൻട്രി എടുക്കാമെന്നുള്ള പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. ഞാൻ ഇതിനകത്ത് ഓപ്പൺ ചെയ്യുന്ന സീപ്ലയുടെ ചാർട്ടാണ്. സീപ്ലയുടെ ലൈവ് മാർക്കറ്റാണ് ഈ റൺ ചെയ്യുന്നത്. ഏറ്റവും വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് സോഫ്റ്റ് സിഗ്നൽസ് ആണ് കാണിച്ചു തരുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് സിഗ്നൽസ് കാണിച്ചിട്ട് അതിനകത്തൊരു കൺഫർമേഷൻ ഉള്ള എൻട്രീസ് മാത്രം നമ്മൾ എടുത്തേച്ചാൽ മതി. അതായത് ഇതൊരു സപ്പോർട്ടിങ് സോഫ്റ്റ് മാത്രമാണ്. ട്രേഡ് എല്ലാം നിങ്ങളുടെ ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോമിൽ തന്നെ ചെയ്യണം. ഇത് കൂടുതലായിട്ട് അറിയാനോ പഠിക്കാനോ ആഗ്രഹമുണ്ടോ എങ്കിൽ കോൺടാക്ട് ചെയ്തുള്ളൂ. വീഡിയോ എടുത്താൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. ഡയറക്റ്റ് ഓഫീസ് വരണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഓഫീസ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ സോഫ്റ്റ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സിഗ്നൽസ് കാണിച്ചിട്ട് ഇപ്പോൾ സീപ്ലൈഡ് ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റാണ് റൺ ചെയ്യുന്നത് 1462. ഇതിനകത്ത് റെഡ് വരുന്നത് നമുക്ക് സെല്ല് ചെയ്യാനുള്ളത്, ഗ്രീൻ അപ്പാര വരുന്ന ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻസ് ആണ്. സിഗ്നൽ എല്ലാം ഓട്ടോമാറ്റിക് ആണ്. സിഗ്നൽ വരുമ്പോൾ ഇതുപോലെ അലേർട്ട് മെസ്സേജ് വഴി ഇൻഡിക്കേഷൻ തരും. സൗണ്ടോടുകൂടി അലേർട്ട് കേൾക്കാൻ പറ്റും. സെയിം ഡീറ്റെയിൽസ് ഏറ്റവും മേഖലത്തെ ഡാഷ്ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് സെല്ലിനെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1427 നമുക്ക് സെല്ല് വന്ന് അപ്പോൾ നമ്മൾ ഈ സിഗ്നൽ വരുമ്പോൾ ചാടിക്കറി എൻട്രി എടുക്കൽ ഇതൊരു കൺഫേം ആണെന്ന് നോക്കുക. കൺഫർമേഷൻ സോഫ്റ്റ്വെയർ തന്നോളും. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. കൺഫർമേഷൻ എന്ന് വെച്ചാൽ ആരോ വന്ന ശേഷം ഫസ്റ്റ് കൺഫർമേഷൻ പ്രൈസ് ഇവിടെ സെൽസ് ഓൺ എഴുതി കാണിക്കണം. പ്രൈസ് ഇൻ സെൽസ് ഓൺ. സെക്കൻഡ് കൺഫർമേഷൻ ആരോടെ താഴത്തെ ബാറില്ലേ അതെന്തായിരിക്കണം, സെല്ലാണെങ്കിൽ അത് റെഡ് തന്നെ ആയിരിക്കണം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ താഴത്ത് കൺഫേം അല്ലായിരുന്നേ. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ട, കൺഫർമേഷൻ കിട്ടുന്ന ഈ ലെവലിലാണ്, ഈ ഒരു ക്യാൻഡിൽ അറൗണ്ടാണ് താഴത്ത് കൺഫർമേഷൻ. ആ സൈഡ് കഴിഞ്ഞ ശേഷമുള്ള ക്യാൻഡിൽ നമുക്ക് താഴത്തെ ബാറ് കൺഫേം ആയി പ്രൈസ് സെൽസ് ഓൺ ആകുന്ന ലെവലിൽ നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നമ്മൾ നേരത്തെയും വീഡിയോസിൽ പറയുന്നുണ്ട്, ഈ ഒരു ബ്ലൂ സ്റ്റാറില്ല അത് സപ്പോർട്ടാണ്. അതായത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത ശേഷമാണ് നമുക്ക് സെല്ല് കിട്ടിയത്. അപ്പോൾ ഈ സപ്പോർട്ട് എടുക്കുകയെന്ന് വെച്ചാൽ ഒരു 90% മാർക്കറ്റ് ഇറങ്ങുക തന്നെ ചെയ്യുക. അപ്പം അവിടെ താഴത്തെ ബാറില്ലെങ്കിലും പ്രൈസ് സോൺ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എൻട്രി എടുക്കാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 കൺഫർമേഷൻ ശേഷം മാത്രം എൻട്രി എടുക്കുക. സിഗ്നൽ വരുമ്പോൾ തന്നെ നമുക്ക് അലർട്ട് മെസ്സേജ് വരും. ആ ടൈമിൽ തന്നെ നമുക്ക് ടാർഗറ്റും 3 ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 3 ഉണ്ട്. അത് നമ്മുടെ റിസ്ക് അനുസരിച്ച് എടുക്കുക. റിസ്ക് എടുക്കാൻ പാടില്ലെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് വരുമ്പോൾ മാറുക, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് 3 ടാർഗറ്റ് വേണ്ടി വെയിറ്റ് ചെയ്യാവുന്നതാണ്. സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ആണ്. അപ്പോൾ ഈ ഒരു ട്രേഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊരു ഡൗൺ പോയിട്ടുണ്ട്, നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നുണ്ട്. അതിന് മുമ്പ് നമുക്കൊരു ബൈ കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് നല്ല രീതിയിൽ കയറി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഇന്ന് 2 സിഗ്നൽ ഇട്ടുണ്ട്, 2 പ്രോഫിറ്റ് കിട്ടുന്ന ട്രേഡേഴ്സ് ആയിരുന്നു. അപ്പോൾ നമുക്ക് കൺഫേം ആയിട്ടുള്ള എൻട്രീസ് മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. കൺഫർമേഷൻ എല്ലാ സോഫ്റ്റ്വെയർ കാണിച്ചു തരും. നമ്മൾ അത് നോക്കിയാൽ മാത്രം മതി അത് വന്നോ ഇല്ലയോ എന്നുള്ളത്. ഇത് എല്ലാ മാർക്കറ്റിനും കവർ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. എല്ലാം ഒരേ സ്ട്രാറ്റജി നമുക്ക് എല്ലാ മാർക്കറ്റും, ഇപ്പോൾ ഇന്ത്യ മാർക്കറ്റ്, ഫോറക്സ്, ക്രിപ്റ്റോ, ഇതെല്ലാം ഗോൾഡ് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കൂടുതലായിട്ട് അറിയാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.